ചേട്ടാ, എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുകയാണ്. യു ഡി എഫിന് ഒരു അപ്പർ ഹാൻഡാണ് നൽകുന്നത്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, താങ്കൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എൽ ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ എക്സിറ്റ് പോളുകൾ ഒരു 75 സീറ്റ് നേടിയിട്ടെങ്കിലും യു ഡി എഫ് വരും എന്നാണ് പറയുന്നത്. പക്ഷേ വി ഡി സതീശനൊക്കെ പ്രകടിപ്പിച്ച ആത്മവിശ്വാസം 99+, അതൊന്നും ഇതിൽ കാണാനില്ല. നമുക്കറിയാം, മുസ്ലിം സമുദായത്തിൻ്റെ ബ്ലോക്കായിട്ടുള്ള വോട്ട് ഇത്തവണ യു ഡി എഫിനാണ് പോയിട്ടുള്ളത്. അതിന് പിന്നിലുള്ളൊരു കാരണം എന്ന് പറയുന്നത് പിണറായി വിരുദ്ധത എന്ന് പറയുന്ന വലിയൊരു കാരണമുണ്ട്. പക്ഷേ ഈ ഹിന്ദു സമുദായത്തെ ഏകീകരിക്കുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശം യു ഡി എഫിന് കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ടല്ലേ ഈ ഒരു 75ലേക്ക് അത് കുറഞ്ഞു പോയത്? ഒന്നാമത്തെ കാര്യം, മെയ് 4 റിസൾട്ട് വരുള്ളൂ. ഇപ്പോൾ ഇത് മാത്രം നോക്കിയിട്ട് ജയിച്ചു കഴിഞ്ഞു എന്നൊന്നും തീരുമാനിക്കുന്നതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല. കാരണം പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വളരെ തിന്നായിട്ടുള്ളൊരു മാർജിനാണ്. ഇപ്പോൾ പോലും ഏതാണ്ട് 12-15 സർവേകൾ വന്ന് എക്സിറ്റ് പോളുകൾ വന്നതിൽ അതിൽ 2 എണ്ണം ഒഴികെ, 2 എണ്ണം എന്ന് പറയുന്നത് ഒന്ന് ആക്സസ് മൈ ഇന്ത്യയാണ്. അവർ മാത്രം എൽ ഡി എഫിന് പറഞ്ഞിട്ടുള്ളത് 49 മുതൽ 62 സീറ്റ് വരെയാണ്. അപ്പോഴും 62 സീറ്റ് ഉണ്ട് മാക്സിമം എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. രണ്ടാമത്തത് JVC ആണ്. അവർ യഥാർത്ഥത്തിൽ 52 സീറ്റ് മുതൽ 61 സീറ്റ് വരെയാണ്. അപ്പോൾ ഈ 2 സർവേകളിൽ മാത്രമാണ് 78 മുതൽ 90 വരെ സീറ്റുകൾ യു ഡി എഫിന് പറഞ്ഞിട്ടുള്ളത്. മറ്റേതിൽ 72 മുതൽ 84 വരെയാണ് JVCയിൽ. അപ്പോൾ ഈ സർവേകൾ ഒഴിച്ചു വെച്ചാൽ ബാക്കി എല്ലാ സർവേകളും പറഞ്ഞേക്കുന്നത് 70-ഓ 75-നോ അടക്കമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അടിസ്ഥാനപരമായിട്ട് ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു മെജോറിറ്റിയാണ് എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഹരിയാനയിൽ കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പ് നടന്നത് 2024 എല്ലാ എക്സിറ്റ് പോളുകളും, അതായത് ഇപ്പോൾ ഈ എക്സിറ്റ് പോൾ പ്രവചിച്ചേക്കുന്ന എല്ലാവരും തന്നെ അവിടെ വന്ന് അടപടലം തകർന്നു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ 2 പാർട്ടികളും കോൺഗ്രസും അതുപോലെ BJPയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 0.85% വ്യത്യാസവും 1,18,000 വോട്ടുകളുടെ വ്യത്യാസം മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഈ തിന്നായിട്ടുള്ള നാരോ മാർജിൻ എവിടെയൊക്കെ വരുന്നുണ്ടോ അവിടെയൊന്നും എക്സിറ്റ് പോളുകൾ സാധാരണ കറക്റ്റ് ആകാറില്ല. പ്രത്യേകിച്ചും അത് ഉത്തരേന്ത്യൻ ഏജൻസികളുടെ വിചാരം എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ട് ഈ ഏതാണ്ട് കാര്യങ്ങളൊക്കെ ഒരു അപഗ്രഹിച്ചുകൊണ്ടങ്ങോട്ട് പറയാമെന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞിട്ട് അത് ശരിയാവണം എന്നില്ല. അതേസമയം ഇപ്പോൾ കഴിഞ്ഞ തവണ ഒരു 12ഓളം ഏജൻസികൾ വന്നതിൽ 6 എണ്ണം ശരിയായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു മജോറിറ്റി 99 സീറ്റുകളിലേക്ക് LDF പോകുമെന്ന് തോന്നിയിരുന്നു. അത് കണ്ടെത്താൻ എളുപ്പമാണ്. പക്ഷേ ഈ നാരോ മാർജിൻ കണ്ടെത്താനായിട്ട് എളുപ്പം അല്ല. ഇന്നിപ്പോൾ താങ്കൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്നിപ്പോൾ പുതിയൊരു സർവേ കൂടി വന്നിട്ടുണ്ട്. അതായത് ടുഡേയ്സ് ചാണക്യയുടെ സർവേ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അവർ പറയുന്നത് LDF ±69 എന്നാണ്, 9 എണ്ണം. അപ്പം ഞാൻ പറഞ്ഞത് ബാക്കിയുള്ള 12 സർവേകളിൽ 15 എണ്ണത്തിൽ 2 സർവേ എക്സിറ്റ് പോളുകൾ മാത്രമേ ഇങ്ങനെ പറഞ്ഞുള്ളൂ ക്ലിയർ മജോറിറ്റി. ബാക്കിയുള്ളത് അതുപോലും പറഞ്ഞിട്ടില്ല. ഇനി ക്ലിയർ മജോറിറ്റി പറഞ്ഞിട്ടുള്ള ഏറ്റവും ആദ്യത്തെ വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ഏജൻസി തന്നെയാണ്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, ആക്സിസ് മൈ ഇന്ത്യ. ഈ ആക്സിസ് മൈ ഇന്ത്യ ഇവിടെ പറഞ്ഞേക്കണത് എന്താണെന്ന് അറിയോ? തമിഴ്നാട്ടിൽ പറഞ്ഞേക്കണത് വിജയ അധികാരത്തിലേക്ക് വരുമെന്നാണ്. വേറൊരു എക്സിറ്റ് പോളുകൾ അത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും സാധ്യതകൾ എന്ന് പറയുന്നത് ഏതാണ്ട് ഈക്വലാണ് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഞാൻ ഇപ്പോഴും മാറുന്നില്ല. മെയ് 4-ാം തീയതി വരാൻ പോകുന്ന റിസൾട്ട് എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു അനിശ്ചിതത്വം തുടരുകയാണ്. പോൾ പെർസെൻറ്റേജ് കൂടി എന്ന് പറഞ്ഞപ്പോൾ കൈകൊട്ടി ആഹ്ലാദിച്ച് ചിരിച്ചവർ പിന്നീട് അത്രത്തോളം വോട്ടുകൾ കൂടിയിട്ടില്ലെന്ന് മനസ്സിലായി. അതേപോലെ തന്നെ ഒരു ഗിമ്മിക്കാണ് ഈ കാണുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത്. എക്സാക്ട്ലി ഹരിയാനയിൽ എന്താണോ സംഭവിച്ചത്, ഹരിയാനയിൽ 90 സീറ്റുകളിൽ 57-ഉം 60-ഉം സീറ്റുകൾ ഈ കോൺഗ്രസ്സിന് കിട്ടുമെന്ന് പ്രവചിച്ചിരുന്നവരാണ്. ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സിന് 37 സീറ്റുകളാണ് കിട്ടിയത്. അത്തരത്തിലുള്ളൊരു കാര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ താങ്കൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, ഒരു മൈനോറിറ്റി കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ട്. ഒരു സംശയമില്ല, മൈനോറിറ്റി കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ട്. എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിലാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. ആ മൈനോറിറ്റി കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈവൻ വടക്കൻ കേരളത്തിൽ മുതൽ മധ്യ കേരളം വരെയുള്ള ജില്ലകൾ എടുക്കുമ്പോഴേക്കും ഏതാണ്ട് UDFന് മജോറിറ്റി ഉണ്ടാകുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. NS മാധവൻ പോലും പറയുന്നു. NS മാധവൻ പറഞ്ഞത് ഞാൻ 3 ആഴ്ച മുമ്പ് പറഞ്ഞിട്ടുള്ള അതേ കണക്ക് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ കേട്ടിട്ട് പറഞ്ഞതെന്നല്ല, പക്ഷേ അതേ കണക്ക് തന്നെയാണ് NS മാധവൻ പറഞ്ഞിട്ടുള്ളത്. 73-നും 78-നും ഇടക്ക് ഭൂരിപക്ഷം കിട്ടി LDF അധികാരത്തിൽ വരുമെന്നാണ് പറഞ്ഞാൽ അതേ കണക്കാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ തെറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ആക്സിസ് മൈ ഇന്ത്യയുടെയൊക്കെ സർവേ കുറേ കൂടി വിശദമായി നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന ഒരു കാര്യം, തെക്കൻ കേരളത്തിൽ വലിയ നേട്ടമുണ്ടാക്കുമെന്നാണ്. അതായത് വടക്കൻ കേരളത്തിൽ LDF പിടിച്ചു നിൽക്കും, പക്ഷേ തെക്കൻ കേരളത്തിൽ LDF തകർന്നു പോവുകയും വലിയ നേട്ടം UDFന് ഉണ്ടാകുകയും ചെയ്യുമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഷാഫി ഫാക്ടറാണോ? അപ്പോൾ അത് ഷാഫി ഫാക്ടർ ആണെങ്കിൽ അവിടെയല്ലേ കൂടേണ്ടത്, അല്ല തെക്കൻ കേരളത്തിൽ എന്ത് ഷാഫി ഫാക്ടർ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് ആക്സിസ് മൈ ഇന്ത്യ പറഞ്ഞത്. ഞാൻ പറഞ്ഞേക്കണത് അതുകൊണ്ട് ഈ സർവേകൾ നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം കറക്റ്റാണ്, ഒരു മൈനോറിറ്റി കൺസോൾട്ടേഷൻ UDFന് അനുകൂലമായി
ഉണ്ടായിട്ടുണ്ട് എന്നുള്ള തോന്നൽ തന്നെയാണ് എനിക്കുള്ളത്. പക്ഷേ അതുകൊണ്ട് മാത്രം ആലപ്പുഴ, പത്തനംതിട്ട, ഈ കൊല്ലം, തിരുവനന്തപുരം എന്ന് പറയുന്ന 4 ജില്ലകളിലെ 39 സീറ്റുകൾ അതിനിർണായകമാണ്. അതിനെ മറികടക്കൽ അത്രത്തോളം എളുപ്പമാണെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കുന്നില്ല. ഒന്ന്. ഇനി ഇതിൽ പറഞ്ഞ മറ്റൊരു കാര്യം, ചില സർവേകൾ 14 സീറ്റുകൾ വരെ BJP കൊടുത്തിട്ടുണ്ട്, 5 സീറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ആ 5 സീറ്റുകളിൽ പാലക്കാടും അതുപോലെ തന്നെ മഞ്ചേശ്വരവും ഒഴിച്ചു വെച്ച് ബാക്കി ഏത് സീറ്റിൽ BJP തോറ്റാലും അതിൻ്റെ അഡ്വാൻറ്റേജ് സീറ്റ് കൂടാൻ പോകുന്നത് LDFനായിരിക്കും. അല്ല, താങ്കളിപ്പോൾ ഇതിൽ പറഞ്ഞത് 4-ാം തീയതി ആവട്ടെ എന്നുള്ളതാണ്. സർവേകളെ വിശ്വസിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞു. ഒരുപക്ഷെ UDF പരാജയപ്പെടുകയാണെങ്കിൽ ഒരു ഹിന്ദു ഏകീകരണം അവർക്ക് നടത്താൻ പറ്റിയിട്ടില്ല. അതായത് മൈനോറിറ്റി കൺസോൾട്ടേഷൻ ഉള്ളതുപോലെ തന്നെ ഒരു മെജോറിറ്റിയുടെ ഒരു കൺസോൾട്ടേഷൻ അടുപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കില്ലേ? തീർച്ചയായിട്ടും അത് മെജോറിറ്റിയുടെ ഒരു കൺസോൾട്ടേഷൻ, ഇത് രണ്ടും കൂടി ഒരുമിച്ച് നടക്കില്ലല്ലോ. അതായത് നമ്മൾ രണ്ടുപേരും ശത്രുക്കളാണ്. അപ്പം നമ്മൾ രണ്ടുപേരിൽ ആരെങ്കിലും അല്ലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൂടെ ചേർക്കാൻ പറ്റുള്ളൂ. അതിൽ VD സതീശൻ നോക്കിയതും അതുപോലെ കോൺഗ്രസ് നോക്കിയതും അവരുടെ സ്ട്രാറ്റജി കൃത്യമാണ്, അതിലൊന്നും തെറ്റില്ല. 2019-ലും 2024-ലും അവർക്ക് എങ്ങനെ ഭൂരിപക്ഷം കിട്ടി പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ എന്ന് പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായ ഒരു കാര്യം, മോദിക്കെതിരായ വോട്ടുകൾ മൈനോറിറ്റി കൺസോൾട്ടേഷൻ ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഈ പറയുന്ന ഇവർക്ക് കിട്ടി, കോൺഗ്രസിനും UDFനും കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ അതേ പാറ്റേൺ നിലനിർത്താൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ ഡീലിൻ്റെ ആരോപണവും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ പിടിക്കലുമൊക്കെ ഉണ്ടായിട്ടുള്ളത്. കാരണം ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കുന്ന ഒരു നരേറ്റീവും അതിൻ്റെ ഇൻഫ്ലുവൻസും വളരെ കൂടുതലാണെന്ന് അറിയാം, അത് പിടിക്കലാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അത് പിടിക്കുമ്പോൾ UDF മറന്നു പോകുന്നൊരു കാര്യം, കോൺഗ്രസ് മറന്നു പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെക്കൻ കേരളത്തിൽ അതിനെതിരായിട്ടുള്ളൊരു കൺസോൾട്ടേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഭയങ്കരമായി ഉണ്ടായി എന്ന് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ തന്നെ LDFനോട് വലിയ മുൻതൂക്കമുണ്ട്. കാരണം കഴിഞ്ഞ തവണ 4 സീറ്റാണ് UDFന് ഉള്ളത്. അതൊരു 10 സീറ്റ് കൂടി കൂട്ടി 14 സീറ്റിലേക്ക് UDF എത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ 14 സീറ്റ് എത്തിയാൽ പോലും 25 സീറ്റുകളുടെ വലിയ മുൻതൂക്കം ഇവിടെ ആർക്ക് കിട്ടും? LDFന് കിട്ടും. അതും ഞാൻ വിചാരിക്കുന്നത് ആലപ്പുഴയിലൊക്കെ 4-5 സീറ്റ് പോയതിന് ശേഷമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് വലിയ തോതിലുള്ള മുൻതൂക്കം കിട്ടും. ആ മുൻതൂക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 73-75 സീറ്റുകളിലേക്കായിട്ട് അധികാരത്തിൽ വന്നാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് ഞാനിപ്പോഴും വിചാരിക്കുന്നത്. സ്ട്രാറ്റജിക്കലി മറ്റതെല്ലാം കറക്റ്റാണ്. പക്ഷേ അത് വിചാരിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ CPM പണ്ടൊരിക്കൽ വിചാരിച്ചിരുന്നില്ല, അതായത് ഹിന്ദു വോട്ട് ബാങ്കുകൾ ഞങ്ങൾക്ക് വളരെ കൺസോൾട്ടേറ്റഡ് ആയിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റായി കയ്യിലുണ്ട് എന്ന് വിചാരിക്കാവുന്ന ഒരു ടൈം പീരീഡ് അല്ല ഇപ്പോൾ സംഭവിക്കുന്നത്. ഞാൻ വിചാരിക്കുന്ന മറ്റൊരു കാര്യം കൂടി പറഞ്ഞാൽ, ഒരു 2-3 ലക്ഷത്തിലേക്ക് വ്യത്യാസമേ, കഴിഞ്ഞ തവണ 12 ലക്ഷം വോട്ടുകളുടെ വ്യത്യാസം ഉണ്ടായിരുന്നു LDF UDFും തമ്മിൽ. ഇത്തവണ അത്രയൊന്നും ഉണ്ടാവില്ല, ഒരു 2-3 ലക്ഷം വോട്ടുകളുടെ വ്യത്യാസമേ ഉണ്ടാവുള്ളൂ. ഇപ്പം അഥവാ ഇനിയിപ്പം UDF അധികാരത്തിൽ വരികയാണെങ്കിൽ അത് ഈ പിണറായി വിരുദ്ധത എന്ന് പറയുന്ന ഒരൊറ്റ ഫാക്ടർ കൊണ്ട് മാത്രമായിരിക്കില്ലേ, മറ്റെന്തെങ്കിലും മെറിറ്റുണ്ടോ? പിണറായി വിരുദ്ധതയൊന്നും അത്രത്തോളം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഒരു ആൻറ്റി ഇൻകുംബൻസി എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടെങ്കിൽ LDF ഒരു 40-45 ഒതുങ്ങുകയും ഒരു 90-95 സീറ്റുകളിലേക്ക് UDF എത്തിച്ചേരുകയും വേണം. അത്തരത്തിലുള്ളൊരു ഇതുണ്ടാകുമെന്ന് ഇപ്പോൾ എക്സിറ്റ് പോളുകൾ പോലും പറയുന്നില്ല. ആകെ പറയുന്ന 1-2 എക്സിറ്റ് പോളുകളാണ്. ബാക്കി എല്ലാ എക്സിറ്റ് പോളുകളും പറയുന്നത് 60-65 സീറ്റുകളാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മളിപ്പോൾ ഇംഗ്ലീഷിലൊക്കെ ഒരു ലെതാർജി എന്ന് വിളിക്കാവുന്ന ഒരു കുറേ നാളായില്ല ഇവർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇവരൊന്ന് മാറിക്കോട്ടെ എന്ന് വിചാരിക്കാവുന്ന ഒരു ഫീല് ഉണ്ടാകും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു നിഗമനം നമുക്ക് എത്താൻ കഴിയുന്നത്, ഒരു ആൻറ്റി ഇൻകുംബൻസി ഉണ്ടെങ്കിൽ പോലും അതിനെ ഒരുപക്ഷെ തടയിടാനായിട്ട് MLAമാർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 ഫാക്ടറുകളിൽ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ടിട്ട് ഇത് തടയപ്പെട്ടേക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ആൻറ്റി ഇൻകുംബൻസി ഉണ്ട് എന്ന് പറയുന്നൊരു രീതിയിലേക്ക് എത്താൻ കഴിയില്ല. നമ്മുടെ മുമ്പിൽ ഇതുവരെ വന്നിട്ടുള്ള എല്ലാ ഡാറ്റാബേസുകളും നോക്കിയാൽ നമുക്കങ്ങനെ എത്താൻ പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഇപ്പം നിങ്ങൾ പുറമേ കാണുന്ന ഫിഗേഴ്സ് മാത്രമല്ല, ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്ന് ഇപ്പോൾ ആക്സിസ് മൈ ഇന്ത്യയുടെ ആണെങ്കിലും അതുപോലെ ബാക്കിയുള്ള ആളുകളുടെ ആണെങ്കിലും എങ്ങനെയാണ് ഉള്ള വോട്ടുകൾ എന്ത് ചെയ്യുന്നത്, മാറുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പഠിച്ചാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ആക്സിസ് മൈ ഇന്ത്യ പറയുന്നത് വളരെ വിചിത്രമായിട്ടുള്ളൊരു കാര്യം, എങ്ങനെ തെക്കൻ കേരളത്തിൽ നേട്ടമുണ്ടാക്കുമെന്ന് വെച്ചാൽ, ഹിന്ദു, ഈഴവ, നായർ വോട്ടുകളിൽ വലിയ കൺസോൾട്ടേഷൻ UDFന് അനുകൂലമായിട്ട് അല്ല NDAക്ക് അനുകൂലമായിട്ട് ഉണ്ടാവുമെന്നാണ്. പക്ഷേ അതേസമയം അവർ പറയുന്നത് NDAക്ക് 14% വോട്ടേ കിട്ടുള്ളൂ എന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ സർവേകൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമാകണമെന്നുണ്ടെങ്കിൽ ഇത് തമ്മിലൊരു കോറിലേഷൻ വളരെ കൃത്യമായിട്ട് ഉണ്ടാകണം. അത് പ്രദീപ് ഗുപ്തക്കൊന്നും പണിയറിയാൻ പാടില്ലാത്ത ആളല്ല. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളം ഒന്നും അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടാവില്ല. ഒന്ന്, കാരണം അവർ ബംഗാളിൽ ഇപ്പോൾ ഫലം ഇന്ന് പുറത്തു വിട്ടിട്ടില്ല, എക്സിറ്റ് പോൾ അവരുടെ കയ്യിൽ ഉണ്ടായിട്ട് അവർ പുറത്തു വിടാൻ അവർ ഭയന്നിരിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം, ഹരിയാനയിലും ലോക്സഭയിലേക്കും വേണ്ടി ഇത് അടപടലം തകർന്നു പോവുകയും
അദ്ദേഹം ഇന്ത്യ ടുഡേയുടെ ഫ്ലോറിലിരുന്ന് കരയുകയും ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്കിത് 100% ഉറപ്പാണെന്നൊന്നും വിചാരിക്കാൻ പറ്റില്ല. അവരുടെ എഫേർട്ടിനെയൊക്കെ ഞാൻ മാനിക്കുന്നു, അവർ നന്നായി ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ആളുകളാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം ഈ റിസൾട്ട് ഇതായിരിക്കും എന്നുള്ളത് വിചാരിക്കാൻ വയ്യ. എങ്കിൽ എന്തായാലും മെയ് 4-ാം തീയതിയും എക്സിറ്റ് പോളിൽ പറഞ്ഞ കാര്യവും യാഥാർത്ഥ്യമാകണമെന്ന് ആഗ്രഹിക്കുന്ന കുറേയധികം ആളുകൾ, പ്രേക്ഷകരിത് കാണുന്നുണ്ട്. താങ്കൾ പറഞ്ഞതൊക്കെ ഒരു വസ്തുത തന്നെയാണ്. എക്സിറ്റ് പോളിനെ മാത്രം വിശ്വസിക്കാൻ പറ്റില്ല.